السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما خلقت الجن والإنس إلا ليعبدون. صدق الله العلي العظيم. ആദരണീയരായ പണ്ഡിതന്മാരെ, കാരണവന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പരിശുദ്ധമായ ഖുർആനിലെ 2 ആയത്തുകളാണ് നമ്മുടെ ഏതൊരാളുടെയും, വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും, അവരുടെ ജീവിതത്തിൻ്റെ തീം നിർണയിക്കുന്നത്, ജീവിതത്തിൻ്റെ ലക്ഷ്യവും ബോധവും ഇതെന്തിനാണ് എന്ന കാഴ്ചപ്പാടും നിർണയിക്കുന്ന ഒരു ആയത്തും, ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ താനൊരു ധിക്കാരിയല്ല, അതിക്രമിയല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന മറ്റൊരു ആയത്തും, ഈ 2 ആയത്തുകൾ ഉൾക്കൊള്ളാതെ വിശ്വാസിക്കോ അവിശ്വാസിക്കോ ഇവിടെ ജീവിക്കുന്നതിന് അർത്ഥമുണ്ടാവുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിലെ 1-ാമത്തെ ആയത്ത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്നതാണ്. ഇത് ഉൾക്കൊള്ളാത്ത ആൾക്ക് ചിലപ്പോൾ മാതാവിനെ അറുക്കേണ്ടി വരും. അവന്റെ കേവല ബുദ്ധി അത് തന്നെയാണ് യാഥാർത്ഥ്യമാക്കുക. ആ ബുദ്ധിയിൽ ചിന്തിച്ചാൽ നമുക്കും അങ്ങനെ തന്നെയാണ് തോന്നുക. അതെന്താണെന്ന് വെച്ചാൽ, പൊന്നാനിയിലെ കടപ്പുറത്ത് ഒരാൾ കാറ്റും കൊണ്ടിരിക്കുകയാണ്. അയാളുടെ കഥയിലുള്ള നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്ന വലിയ ബൃഹത്തായ വിഷയമുണ്ട്. പൊന്നാനിയിലെ കടപ്പുറത്ത് അയാള് കാറ്റും കൊണ്ട് പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്ന് അവിടെ കൂട്ടിയിട്ട പാറക്കല്ലിലൊന്നിൽ കാലിന്മേൽ കാലും വെച്ച് അയാൾ സുഖമമായിരിക്കുകയാണ്. ആ കാലുമക്കാല് വെച്ച് ഇരിക്കുന്ന അയാളോട് അതിലൂടെ വന്ന ഒരു അഭ്യസ്തവിദ്യനായ ഒരു പ്രൊഫഷണൽ, അയാളുടെ ഭാര്യയും കൂടെയുണ്ട്, 2 പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന 2 മക്കളും കൂടെയുണ്ട്. ഇവരെല്ലാവരും കൂടെ ഉല്ലസിച്ചുകൊണ്ട് കടപ്പുറത്തുകൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ആണ് ഈ അർദ്ധനഗ്നനായി കാറ്റുകൊള്ളുന്ന ഈ വൃദ്ധ സഹോദരനെ അയാൾ കണ്ടത്. അവര് വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസമില്ലാത്ത ആളുകളെ പൊതുവിൽ കാണുമ്പോൾ ഒരു അലർജിയും ഒരു പരിഹാസവും ഒക്കെ ഉണ്ടായിരിക്കും. അത് സ്വാഭാവികമാണ്. സ്വാഭാവികത്തിൽ നിന്ന് മാറി നല്ലവരായ ആളുകൾ ഏറെയുണ്ടാകും. വിവരമുള്ള, വിജ്ഞാനമുള്ള ഒരാൾക്ക്, സമ്പത്തുള്ള ഒരാൾക്ക് സമ്പത്തില്ലാത്തയാളെ കാണുമ്പോൾ, സൗന്ദര്യമുള്ള ആൾക്ക് സൗന്ദര്യമില്ലാത്തയാളെ കാണുമ്പോൾ, വെളുത്ത വർഗക്കാരന് കറുത്ത വർഗക്കാരനെ കാണുമ്പോൾ, നാട്ടിലെല്ലാവരും കറുത്തവരാണ്, അപ്പോൾ ഒരു വെളുത്ത ഇംഗ്ലീഷുകാരൻ വരുമ്പോൾ അയാളെ തിരിച്ച് അങ്ങോട്ട് കാണുമ്പോൾ ഒക്കെ അവരോടുള്ള ഒരു ചെറിയ ഒരു പുച്ഛം അത് സ്വാഭാവികമാണ്. ആ പുച്ഛം നിയന്ത്രിക്കാനാണ് പരിശുദ്ധ ഇസ്ലാം. അതുപോലെ തന്നെ സൗന്ദര്യവും സമ്പത്തും, ഒരാൾ നല്ല കഴിവുള്ള ആളാണ്, അയാൾ നന്നായി പാട്ടുപാടും, നല്ല എഴുതും, നല്ല പ്രസംഗിക്കും, എന്നാൽ അതൊന്നും ഇല്ലാത്ത ആളുകളെ കുറിച്ച് ചിലപ്പോഴൊക്കെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്കും ഇബാദത്തൊന്നും ചെയ്യാത്ത ആളെ കാണുമ്പോൾ സങ്കടമോ
അല്ലെങ്കിൽ അയാളൊക്കെ കാണുമ്പോൾ പാവമോ തോന്നി അയാളെ നന്നാക്കിയെടുക്കുന്നതിന് പകരം അയാളൊരു പുച്ഛം എന്നത് അത് മനുഷ്യന്റെ ഒരു നൈസർഗികമായ കഴിവാണ്, സ്വഭാവമാണ്. അത് മാറ്റിയെടുക്കാനുള്ളതാണ് പരിശുദ്ധ ഇസ്ലാം. പിന്നെ നമ്മളെ സ്വഭാവം അങ്ങനെ തന്നെ, നമ്മളങ്ങനെ പോയിക്കോളാം എന്ന് പറയാൻ പിന്നെ ഇസ്ലാം ആവശ്യമില്ലല്ലോ. ഏതെല്ലാം മൃഗങ്ങളും അങ്ങനെ തന്നെയാണ്, നമുക്കിങ്ങനെയാണ് സ്വഭാവം, അതേപോലെ നമ്മൾ പോകുന്നു എന്ന് പറയാം. ഏതായിരുന്നാലും ഈ വിദ്യാഭ്യാസ വിചക്ഷണരായ ഈ രണ്ട് ദമ്പതിമാർ ഇവർ രണ്ടുപേരും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇയാളെ കണ്ടപ്പോ ഇവർക്കൊരു പുച്ഛം തോന്നി. ഇവര് അയാളോട് ചോദിച്ചു, അല്ല എന്താണിപ്പോ ഇവിടെ ഇരിക്കുന്നത്? അപ്പൊ അയാൾ ചോദിച്ചു, എന്താ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്, എന്താ പ്രശ്നം? അപ്പൊ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കളിയാക്കി ചിരിച്ച് ഭാര്യയും ഭർത്താവും. അപ്പൊ ഭാര്യ ഇടപെട്ട് ഒരക്ഷരം മുന്നിൽ അയാൾ ചോദിച്ചു, അതല്ല വല്ലതും പഠിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. അതാണ് ഭാര്യ വേഗം ചോദിച്ചതാണ്, വല്ലതും പഠിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഇയാള് ചോദിച്ചു, എന്തിന്? ഞാനോ? ഒന്നും പഠിച്ചിട്ടില്ല. അപ്പൊ മറ്റാൾക്ക് ഭയങ്കര ചിരിയായി. ഇവര് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുകയാണ്. ഒന്നും പഠിക്കാത്ത ഒരാളിങ്ങനെ അന്തം വിട്ടിരിക്കുന്നു. അപ്പൊ അയാൾ ചോദിച്ചു, അല്ല ഈ പഠിച്ചിട്ടിപ്പോ എന്താ കാര്യം എന്ന് ചോദിച്ചു. പഠിച്ചിട്ടിപ്പോ എന്താ കാര്യം എന്ന് ചോദിച്ചു. നല്ല പ്രസക്തമായ ചോദ്യമാണ്. അയാളൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ചോദ്യം പഠിച്ചവരെക്കാളും അപ്പുറത്തുള്ള ചോദ്യമാണ്. അപ്പോ അവർക്ക് അതിനേക്കാളും വലിയ പരിഹാസച്ചിരി. എന്തിനാ പഠിക്കുന്നത് പോലും അറിയാത്ത ഒരു നാടൻ എന്ന് പറഞ്ഞാൽ പോരാ, അതിനപ്പുറത്ത് ഉള്ള ഒരു സാധു. അപ്പോ അയാള് ചോദിച്ചു, എന്തിനാ പഠിച്ചിട്ട്? അപ്പൊ ഇവര് പറഞ്ഞു, ഭാര്യ തന്നെ വലിയ നാക്ക് വെച്ചോള് മറുപടി പറഞ്ഞു, പഠിച്ചാലേ വിദ്യാഭ്യാസം ഉണ്ടാവും. അപ്പൊ ഇയാള് ചോദിച്ചു, അങ്ങനെ വിദ്യാഭ്യാസം ഉണ്ടായിട്ടോന്ന് ചോദിച്ചു. വിദ്യാഭ്യാസം ഉണ്ടായാൽ നല്ല ജോലി കിട്ടും. അപ്പൊ വീണ്ടും ഇയാള് ചോദിച്ചു, അങ്ങനെ ജോലി കിട്ടിയാൽ നല്ല ശമ്പളം കിട്ടും. അപ്പൊ എന്നിട്ട് നല്ല ശമ്പളം കിട്ടിട്ടോ? നല്ല ശമ്പളം കിട്ടിയാൽ നല്ല ശമ്പളമുള്ള ജോലിയുള്ള ഭാര്യയെ കിട്ടും, അല്ലെങ്കിൽ ഭർത്താവിനെ കിട്ടും. അപ്പൊ അയാൾ ചോദിച്ചു, അങ്ങനത്തെ ഭാര്യനെയും ശമ്പളമൊക്കെ ഉള്ള ഭാര്യനെയും ഭർത്താവിനെയൊക്കെ കിട്ടിയിട്ട് ഇപ്പൊ തെത്താന്ന്? അതോ അങ്ങനെ രണ്ടുപേരെയും ശമ്പളം കൂട്ടിവെച്ചാൽ നല്ല വീട് വെക്കാം എന്നിട്ടോ? അങ്ങനെ വീട് വെച്ചിട്ട് ബാക്കി പൈസക്ക് ലക്ഷറി വാഹനം വാങ്ങണം, അതേപോലത്തെ എന്നിട്ടോ അവധി സമയങ്ങളിലൊക്കെ ഞായറാഴ്ചകളിലൊക്കെ കുടുംബത്തെയും കൂട്ടി ഇതേപോലെ കടപ്പുറത്ത് കൂടിയ കാറ്റും കൊണ്ട് ഇങ്ങനെ നടക്കാന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ 10-16 കൊല്ലം അധ്വാനിച്ചിട്ട് അവസാനം കിട്ടിയത് ഇപ്പൊ എന്താ? കടപ്പുറത്ത് കൂടെ ആഴ്ചയിലൊന്ന് കാറ്റുകൊള്ളലാണ്. എനിക്കോ 24 മണിക്കൂറും കാറ്റാണ്. എൻ്റെ വീടതാണ്. ഉറങ്ങുമ്പോഴും ചാക്കിന്റെ ഉള്ളിലൂടെ ചാക്ക് തൂക്കിയ വീട്ടിലേക്ക് 24 മണിക്കൂറും കാറ്റുപോക്ക് അടക്കുന്നു. മാത്രല്ല, നിങ്ങളൊക്കെ വല്ലാത്ത വസ്ത്രം പൂർണ്ണമായി ടൈയടക്കം ധരിച്ച ആളുകളാണ്. ഷോക്സും ഷൂവും ഒക്കെ ധരിച്ച ആളുകളാണ്. ഞാൻ അർദ്ധനഗ്നനാണെന്ന് മാത്രല്ല, കാലുമക്കാലും വെച്ച് ഇരിക്കുകയാണ്. ഞാൻ കാറ്റ് കൊള്ളാത്ത സ്ഥലം എവിടെയില്ല. ആരാപ്പ ഏറ്റവും കൂടുതൽ ലക്ഷ്യം കണ്ടത്? അതൊരു ചോദ്യമാണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരാൾ കരുതേണ്ടത് അതല്ല. കേരളത്തിലെ പ്രശസ്തനായ, പേര് ഞാൻ പറയുന്നില്ല, പ്രശസ്തനായ ഒരു മോട്ടിവേറ്റർ, അയാൾ ഒരു സ്കൂളിന്റെ ആളുകളെ, കുട്ടികളൊക്കെ ഒരുമിച്ച് കൂട്ടി ഇരുത്തി അദ്ദേഹം ചോദിച്ചു, എന്തിനാ മക്കളെ പഠിക്കുന്നത് എന്ന് ചോദിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, വിദ്യക്ക്, വിജ്ഞാനത്തിന്. അപ്പൊ അയാൾ ചോദിച്ചു, എന്തിനാ വിജ്ഞാനം എന്ന് ചോദിച്ചു. വിജ്ഞാനോ? നല്ല ജീവിതത്തിന്. അപ്പൊ അയാൾ ചോദിച്ചു, എന്തിനാ നല്ല ജീവിതം? ആ ഫ്ലോയിൽ അങ്ങനെ ചോദിച്ചു പോയതാണ്. കുട്ടിയും കുടുങ്ങി, ചോദിച്ച ആളും കുടുങ്ങി, ഉത്തരം പറയേണ്ട കുട്ടിയും കുടുങ്ങി. അയാൾക്ക് പിന്നെ എന്തിനാ പോ നല്ല ജീവിതം? ജീവിക്കാൻ. അപ്പോ ശ്വാസം മുട്ടലുള്ള ഒരാളാണ്, അയാൾ എങ്ങനെയോ വലിക്കുന്ന, ഒരു ശ്വാസം വലിക്കാൻ തന്നെ ഒരു 550 ഉറുപ്പ്യന്റെ കഷ്ടപ്പാടുണ്ട്. അങ്ങനത്തെ ഒരാള്, ശ്വാസം വലി ബുദ്ധിമുട്ടുള്ള ആള്, കിഡ്നി ഫെയിലായിപ്പോയ ആൾ, അയാൾക്ക് ആഴ്ചയിൽ രക്തം മാറ്റിക്കൊടുക്കണം. അയാളോട് ചോദിക്കും, ഞങ്ങൾ എന്തിനാ ജീവിക്കുന്നത്? സൂഹിക്കാനോ ജീവിക്കാനോ?
ഉത്തരം കിട്ടണമെങ്കിൽ ഇയാളുടെ ചോദ്യം പ്രശസ്തമായ ചോദ്യമാണ്. ഈ അഭ്യസ്ത വിദ്യരായ ആള് അയാളോട് ചോദിച്ചു, മോനെ വല്ലതും പഠിച്ചൂടെ? എന്തിനാ പഠിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അയാൾ പറയേണ്ടത്, അത് വിജ്ഞാനം ഉണ്ടാവാൻ. എന്തിനാ വിജ്ഞാനം? വിജ്ഞാനമുണ്ടായാൽ ഈ നാട്ടിലെ ആളുകൾക്കൊക്കെ സഹായ സഹകരണങ്ങൾ ചെയ്ത് നല്ല ശമ്പളം കിട്ടി, അതുകൊണ്ട് കുടുംബത്തെ പോറ്റി, ഇതൊക്കെ എന്തിനാ ചെയ്യണതെന്ന് അയാൾ തിരിച്ചും ചോദിക്കും. അപ്പോൾ പറയേണ്ട വാക്ക് ഒറ്റ വാക്കാണ്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ദൈവപ്രീതിക്ക് വേണ്ടി എന്ന് ഒറ്റ മറുപടി. അത് ഒന്നാമത്തെ മറുപടി തന്നെ പറഞ്ഞാൽ മതി. എന്തിനാ മോനെ പഠിക്കുന്നത്? ദൈവപ്രീതിക്ക് വേണ്ടി. അധ്വാനിക്കുക. വലിയ ഡോക്ടറാണ്. എന്തിനാണ് ഡോക്ടറാകുന്നതോ? ഒരുപാട് ആളുകൾക്ക് ചികിത്സിച്ച് മാറ്റിക്കൊടുത്ത് ദൈവത്തിന്റെ പ്രീതി വാങ്ങാനാണ്, അള്ളാഹുവിന്റെ റിള വാങ്ങുക എന്ന ആ താല്പര്യം. അതാണ് ഏറ്റവും വലിയ ഇബാദത്ത്. ആ ഇബാദത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ തിരിച്ചു ചോദിക്കൂല, എന്തിനാ ഈ ദൈവത്തിന്റെ പ്രീതി എന്ന് ചോദിക്കൂല. കാരണം ദൈവം എന്ന് പറഞ്ഞാൽ, അള്ളാഹു എന്ന് പറഞ്ഞാൽ തന്നെ രക്ഷിതാവ്, സൃഷ്ടാവ്, പടച്ചോന് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നമ്മളെ പടച്ച ആളാണ്. എന്തിനാ പടച്ചത്? നമ്മള് അറിഞ്ഞ് ആരാധിച്ച് തൃപ്തി വാങ്ങാനാണ് നമ്മളെ പടച്ചത്. പിന്നെ അതിനല്ലേ, അതിലപ്പുറത്തേക്ക് പിന്നെ ചോദ്യമില്ല. ഈ ചോദ്യമാണ്. അങ്ങനെ വലിയൊരു MBBS പഠിച്ചാലേ ഒരു എഞ്ചിനീയർ ആയ ഒരാള് അയാൾ പരീക്ഷ എഴുതുന്നവരെ അയാള് നിയ്യത്ത് വെച്ചത് എന്താണ്? അയാളെ കരുത്ത് എന്താണ്? ഞാൻ ഈ നാട്ടിലെ ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ നന്നാക്കി കൊടുക്കണം, അതുപോലെ രാജ്യത്തെ എല്ലാ ജാതി ആളുകളെയും എന്ത് ചെയ്യണം? ചികിത്സിക്കണം. അങ്ങനത്തെ ഒരു ചികിത്സക്ക് വേണ്ടി ചികിത്സിച്ചിട്ട് എനിക്ക് അള്ളാഹുവിന്റെ പ്രീതി വാങ്ങണം എന്ന ലക്ഷ്യത്തിലാണ് ഒരു MBBS പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി. അത് പഠിച്ചു കഴിഞ്ഞ് അയാൾ ജോലിക്ക് വേണ്ടി ആദ്യത്തെ ക്ലിനിക്കിലേക്ക് അയാള് കയറാൻ വേണ്ടി വരുമ്പോൾ ആക്സിഡന്റായി മരിച്ചുപോയാൽ അയാളാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. കാരണം പണിയെടുക്കാതെ കൂലി കിട്ടിയാൾ. അയാൾ നാളെ പടച്ചോന്റെ അടുക്കൽ ഇനി അയാളുടെ ജീവിതകാലം മുഴുവനും അധ്വാനിക്കുന്നത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി എന്ന് വിചാരിച്ച ആളാണ് അയാൾ. അയാൾക്ക് പ്രതിഫലമേ ഉള്ളൂ. ഇത് MBBSന്റെ ഡോക്ടറാണെങ്കിൽ അയാൾക്ക് ദുനിയാവിൽ നിന്ന് ഈ നിയ്യത്തൊന്നും വെച്ചിട്ടില്ലെങ്കിൽ ആഖിറത്തിലേക്ക് ഒന്നും ഉണ്ടാവില്ല, ദുനിയാവിലേ ഉണ്ടാവുള്ളൂ. എന്നാൽ മുതഅല്ലിമീങ്ങളായ നമ്മൾ എന്തിനാ മോനെ പഠിക്കണത്? നല്ല മുദരിസാവാൻ. മുദരിസായിട്ടോ നല്ല കാറൊക്കെ വാങ്ങണം, കാറൊക്കെ വാങ്ങിയിട്ട് നല്ല പ്രഭാഷണമൊക്കെ നടത്തണം, എന്നിട്ടോ നല്ല തലകെട്ടൊക്കെ കെട്ടി നല്ല രസത്തിൽ ഇങ്ങനെ നടക്കണം, എന്നിട്ടോ കുറെ ഫോളോവേഴ്സൊക്കെ വേണം, എന്നിട്ടങ്ങനെ മരിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാരും ഇങ്ങനെ ഓർക്കണം, എന്നിട്ടോ എന്നാ കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അതിന് പകരം എന്തിനു പഠിക്കുക? അങ്ങനത്തെ ഒരു കുട്ടി ജോലിക്ക് വേണ്ടി ഒന്നാമത്തെ ദിവസം അയാൾ മരിച്ചുപോയി. ഇതുവരെ അയാൾക്ക് ശമ്പളത്തിന്റെ ഒരു ഫീൽസ് പോലും കിട്ടിയില്ല. മൊത്തം ജീവിതം നഷ്ടമാണ്, എല്ലാം നഷ്ടത്തിലായി. അധ്വാനം, ഉറക്കൊഴിക്കൽ, ഭക്ഷണം കഴിക്കൽ, ഭക്ഷണം ഒഴിവാക്കൽ, ആളുകൾ സഹായിക്കൽ, സഹകരിക്കൽ, നേർച്ചയാക്കൽ, എല്ലാവിധ സാധനങ്ങളും അതോടുകൂടെ മുഴുവൻ ദുനിയാവിലും ഇല്ല, ആഖിറത്തിലും ഇല്ല. ഇതാണ് ഒരു വലിയൊരു ഏതൊരാളെയും അയാൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്, പരക്കെ ഓടുകയാണ്. എന്തിനാന്നറിയോ? ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി അയാൾ ഓടുകയാണ്. അനന്തമായ ജീവിതത്തിലേക്ക് മൂപ്പര് നിയ്യത്ത് വെച്ചത് പോലുമില്ല. എല്ലാ ജോലിക്കാരും, എല്ലാ പണിക്കാരും, എല്ലാ അതിന്റെ ആളുകളും അയാൾക്ക് ഈ നിയ്യത്തെങ്ങാനും വെച്ചാൽ എന്തിനാണ് പണിയെടുക്കുന്നത്? ഓട്ടോറിക്ഷ ഓടിക്കുന്നയാൾ എന്തിനാണ് ഓട്ടോറിക്ഷ ഓടിക്കുന്നത്? എനിക്ക് സമ്പാദിക്കണം, കുടുംബത്തിനെ പോറ്റണം, ബാക്കി ധർമ്മം ചെയ്യണം, നല്ല കാര്യങ്ങളിലൊക്കെ സഹായിക്കണം, എന്നിട്ട് പടച്ചോന്റെ പ്രീതി നേടണം എന്ന് നിയ്യത്ത് വെക്കുന്ന ആൾക്ക് മാത്രമേ ജീവിതത്തിന് അർത്ഥമുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാത്ത ജീവിതത്തിന് എന്തിനാ ഇപ്പൊ ജീവിക്കുന്നത്? മാതാവിനെ എന്തിനാ പോറ്റുന്നത്? ഉമ്മാൻ എന്തിനാ വളർത്തുന്നത്? അവരെന്തിനാ നോക്കുന്നത് എന്ന് ചോദിച്ചാൽ ദൈവപ്രീതിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി എന്ന ഉത്തരത്തിൽ മാത്രമേ മാതാപിതാക്കൾക്ക് സുരക്ഷ കിട്ടുള്ളൂ. അതെന്താ? ദൈവത്തിന്റെ പ്രീതി അല്ലാതെ പിന്നെന്തിനാ? അത് അവരോടുള്ള ഒരു
സ്നേഹം, അത്രയേ ഉള്ളൂ. ആയിക്കോട്ടെ, അവരോടുള്ള സ്നേഹം ഉണ്ടാവും. അവർക്ക് ചന്നിയുടെ അസുഖം വന്നാൽ എല്ലാ സ്നേഹവും ചിലപ്പോൾ അങ്ങ് പോകും. കാരണം ആവശ്യത്തിന് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ബോധം ഉണ്ടാകും. വേറുള്ള ആവശ്യങ്ങൾക്കൊന്നും ഒരു തിരിച്ചറിവും ഉണ്ടാവില്ല. ഇങ്ങനെയാണ് ചന്നി രോഗം വന്നാൽ ഉണ്ടാവുക. അത് തിരിച്ചറിഞ്ഞ് മകൻ പ്രവർത്തിക്കണമെങ്കിൽ നിർബന്ധമായും ഈ ബോധം വേണം. അതെന്താണ്? തൻ്റെ ജീവിതത്തിനെതിരായ എന്തെങ്കിലും കാര്യം വന്നാൽ എന്തിനാ ഉമ്മനെ നോക്കണത്? ഏതാണ് ഉമ്മ, ഏതാണ് ബാപ്പ? അയാൾക്ക് ഇവിടെ മൊത്തം ബ്ലോക്കാണ്, ശ്വാസം മുട്ടാണ്, അതുപോലെ കിഡ്നി ഫയലാണ്. അയാൾക്ക് ആകെ നരകിച്ച് ജീവിക്കുന്ന ആളാണ്. അയാളെ എന്തിനാ നോക്കണം? അയാൾ തിരിച്ചൊന്നും ഇനി തരാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഒരു ചൊട്ട് കൊടുത്താൽ അയാളങ്ങ് മരിച്ചു പോകും. അയാൾക്ക് സുഖം എന്ന് മകൻ ചിന്തിക്കും. എന്തിനു വേണ്ടിയാണെങ്കിൽ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹുവേ, നിന്നെ അറിഞ്ഞ് ആരാധിച്ച് നിന്റെ തൃപ്തി വാങ്ങാനാണ് അല്ലാഹു നമ്മളൊക്കെ സൃഷ്ടിച്ചത്. ആ രൂപത്തിലുള്ള ചിന്തയും ആ രൂപത്തിലുള്ള നിയ്യത്തും അല്ലാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടത്തെ ഈ വിശ്വാസമില്ലാത്ത ഏത് മതത്തിലാണെങ്കിലും, മതം ശരിയായാലും തെറ്റായാലും, ഈ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അയാളെ ജീവിതത്തിനൊരു അർത്ഥമുണ്ട്. അല്ലാത്ത ഭൗതികവാദികളായ ദൈവമില്ല എന്ന് പറയുന്ന ആളുകൾ ഈ ഓടുന്നതിനൊക്കെ, ഈ അധ്വാനിക്കുന്നതിന് എന്തർത്ഥമാണുള്ളത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുപോലെ, ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? എന്തിനാണ് ജീവിക്കുന്നത് എന്ന് അവർക്ക് അറിയില്ല. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്നതാണ് എല്ലാവരുടെയും ലക്ഷ്യം. അല്ലെങ്കിൽ എന്തിനാ ജീവിക്കുന്നത്? സുഖിക്കാന് എന്നതാണെങ്കിൽ ഈ രാജ്യത്തെ, ഈ നാട്ടിലെ അങ്ങേയറ്റം പ്രായം ചെന്ന വൃദ്ധന്മാരെ ഒക്കെ ദയാവധം നടത്തേണ്ടി വരും. അതാണ് ഇപ്പൊ ചില ആൾക്കാർ ദയാവധം വേണോ എന്ന് ചോദിക്കുന്നത്. ദയാവധം എന്ന് പറഞ്ഞാൽ അയാൾ ഇനി ദയനീയമായി ജീവിക്കേണ്ടതില്ല, അയാളെ കൊന്നുകളയാം എന്ന്. ചില ആളുകൾ നമ്മൾ ചിലപ്പോൾ ദ്വാരന്നു പോകും. അയാൾക്ക് ഇനി മരണമാണ് ഖൈറ് എങ്കിൽ അള്ളാഹു ഈമാനോട് കൂടെ സലാമത്താക്കട്ടെ എന്ന് ചിലപ്പോൾ ദ്വാരക്കും. എന്തുകൊണ്ട്? എന്നാലും നമ്മൾ അവരെ കൊല്ലാൻ നിൽക്കൂല. കാരണം നമ്മൾ ഈ പോറ്റുന്നതും അയാൾ ജീവിക്കുന്നതും എന്തിനാണ്? ഒരു വല്ലാതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ശ്വാസം വലിക്കുന്ന ഒരാളോട് നമ്മൾ പോയി ചോദിക്കുക, നിങ്ങൾ എന്തിനാ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ വിശ്വാസിക്ക് മാത്രമേ മറുപടി പറയാൻ കഴിയുള്ളൂ. അയാൾ എന്താ പറയാ? എന്റെ ജീവിതം പുഷ്കലമാകാൻ വേണ്ടി അയാൾ പറയില്ല. കാരണം അയാൾക്ക് ഉറപ്പാണ് ഇത് കഴിഞ്ഞു. ഇവിടൊക്കെ ഹാർട്ടൊക്കെ വലിച്ച് ചുരുങ്ങിക്കഴിഞ്ഞ ആളാണ്. അയാൾക്ക് വല്ലാത്ത അസ്വസ്ഥ. അയാളോട് ചോദിച്ചാൽ എന്താണ് അയാൾ പറയും? കണ്ണ് കാണാത്ത ആളാണ്, കാത് കേൾക്കാത്ത ആളാണ്. അയാളോട് നമ്മളൊരു ചോദ്യം ഏതെങ്കിലും വിധേന അയാൾക്ക് ചോദിക്കാൻ കഴിഞ്ഞാൽ എന്താ ചോദിക്കുന്നത്? കണ്ണ് കാണാത്ത ആളോട് ചോദിക്കുന്നു, എന്തിനാ മോനെ ജീവിക്കുന്നത്? അയാൾ എന്താ പറയാ? ഇതൊക്കെ കാണാനെന്നോ സന്തോഷിക്കാനെന്നോ. രോഗിയായി ഇപ്പൊ പ്രായം ചെന്ന ആളുകളുണ്ട്, ഓരോ ദിവസവും ബേക്കോട്ട് ആരോഗ്യം പോകുന്നു. ഓരോ എന്തിനാ ജീവിക്കണെന്ന് വെച്ചാൽ അയാൾക്ക് സുഖത്തിന് ചിലപ്പോൾ അയാൾക്ക് പറയാൻ കഴിയില്ല. ജീവിതത്തിൽ സുഖം പോയിട്ട് ഓരോ ദിവസവും അയാൾക്ക് ശാരീരിക പ്രയാസങ്ങളാണ് വരുന്നത്. അയാൾക്കൊക്കെ ഉള്ള മറുപടി ഒരൊറ്റ മറുപടിയാണ്, ഞാൻ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഓരോ ശ്വാസത്തിനും അയാൾക്ക് പ്രതിഫലമാണ്. അല്ലെങ്കിലോ ഇനി നമ്മളൊക്കെ ഒന്ന് എന്താണ് ആലോചിച്ച് കിടക്കുന്നത് നോക്കുക. നമ്മളൊക്കെ ഇപ്പോ ജോലി ചെയ്യുന്നവരാണ്, അതുപോലെ പഠിക്കുന്നവരാണ്, പിന്നെ അതേപോലെ മറ്റു കാര്യങ്ങളൊക്കെ സഹകരണങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. നമ്മൾ മനസ്സിലാക്കിയ നമ്മളുടെ ലക്ഷ്യം എന്താണ് എന്ന് നോക്കുക. ആ ലക്ഷ്യം റെഡിയായാൽ മാത്രമേ ഇത് ലാഭകരമാവുകയുള്ളൂ. അതുകൊണ്ട് ഒരാളുടെ വിശ്വാസം നേരായ രീതിയിൽ ജീവിതത്തിന്റെ തീം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിന്റെ തീം അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുക എന്നാണ്. പക്ഷെ ജീവിതത്തിൽ പലപ്പോഴും ഈ ഈ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെയാണ് നമ്മൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടില് എന്താ അവിടുത്തെ ലക്ഷ്യം? അത് രണ്ട് കാലുകൾക്കിടയിലുള്ള രണ്ട് പോസ്റ്റുകൾക്കിടയിലുള്ള അല്ലെങ്കിൽ പോസ്റ്റില് ഗോളടിക്കുക എന്നതാണ് ഇവിടുത്തെ ലക്ഷ്യം. ആ ലക്ഷ്യം മാത്രം ചെയ്യാതെ എല്ലാരും
ഒക്കെ ഓടുകയാണ്, എല്ലാരും ഓടുകയാണ്. പരമാവധി ഓരോരുത്തരും ഓരോ ബോൾ എടുത്തിട്ട് ഓടുകയാണ്. അതുകൊണ്ട് കാര്യമായില്ല. ആൾക്ക് തോനെ ബോളുള്ളത് കൊണ്ടോ ഓടിക്കളിച്ചത് കൊണ്ടോ ആയില്ല. തലയില്ലാതെ ചിന്തയില്ലാതെ ആരോഗ്യം നഷ്ടപ്പെടുത്തിയിട്ട് കാര്യമില്ല. ലക്ഷ്യത്തിലേക്കുള്ള കുറുക്കുവഴി കണ്ട് ഗോളടിക്കാൻ നിൽക്കണം. അപ്പോഴേ ജീവിതമാകുന്ന ഈ കളി വിജയിക്കുകയുള്ളൂ. നമ്മളൊക്കെ ചെയ്യണത് ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ, എന്തിനാ നമ്മളെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് മറന്നുപോയി. താൽക്കാലികമായി മുന്നിലുള്ള ആളുണ്ടാവും, അയാളെ ഒന്ന് കട്ട് ചെയ്ത് ബോൾ അങ്ങോട്ട് കൊണ്ടുപോകണം, അത്ര തന്നെ. അപ്പുറത്തുനിന്നോ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ അയാൾക്ക് കൊടുക്കരുത്, ഇയാൾക്ക് കൊടുക്കരുത്, ഇതന്നെ ഉള്ളൂ. കാര്യമായി ഒരു ലക്ഷ്യത്തിലേക്ക് എത്താത്തവരാണ്. അങ്ങനത്തെ അതാണ് നിയ്യത്തില്ലാതിരിക്കുക എന്ന് പറഞ്ഞത്. ഇത് ഒരു വിശ്വാസിക്ക് യഥാർത്ഥമായ ഇസ്ലാമിക ശരിയായ വിശ്വാസം ഇസ്ലാം മാത്രമാണ്. അവർക്കും അതുപോലെ അതല്ലാത്ത ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കൊക്കെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട്, അല്ലാത്തവർക്ക് അർത്ഥമില്ല. ഈ ആയത്താണ് ഒന്നാമത്തെ നമ്മളെ ജീവിതത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ട്രാക്കിലെ 1-ാം നമ്പർ. അതാണ്. അതില്ലാത്തവർക്ക് ജീവിതത്തിൽ ലക്ഷ്യമില്ല. ഓരിങ്ങനെ നായ പോത്തൊക്കെ ഇങ്ങനെ പോകും. എന്താ? താൽക്കാലികമായി ഇന്ന് എന്തെങ്കിലും വൈകുന്നേരം ആവണം, നാളെ എന്തെങ്കിലും ആവണം, അതാണ്. എന്നാൽ രണ്ടാമത്തെ ഒരു ആയത്തുണ്ട്. ആ ആയത്ത് മനസ്സിലാക്കിയവർക്ക് മാത്രമേ, അതിന്റെ ആശയത്തിൽ പോയ ആളുകൾക്ക് മാത്രമേ ഇവിടെ മാന്യനായി ജീവിക്കാൻ കഴിയുകയുള്ളൂ. അതേതാണ് ആയത്ത്? എന്റെ വിദ്യാർത്ഥികൾ പുതിയ കാലത്ത് ഇത് മനസ്സിലാക്കുകയും നോട്ട് ചെയ്തു വെക്കുകയും ഇവിടത്തെ ഭൗതികവാദികളോട് നമ്മൾ ആയത്ത് ഉദ്ധരിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം. എന്താണത്? എന്താണ് ആയത്ത്? ഖലഖലകും മാ ഫിൽ അർളി ജമീഅ എന്ന ആയത്ത്. ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്, നിങ്ങളാണ് കേന്ദ്രബിന്ദു, സൃഷ്ടിപ്പിന്റെ കേന്ദ്രബിന്ദു നിങ്ങളാണ് എന്ന ആശയം മനസ്സിലാക്കാത്ത ഒരാൾക്ക് അയാൾക്ക് ഇവിടെ മത്സ്യത്തെ തിന്നാൻ പറ്റുമോ? പറ്റൂല. കാരണം മത്സ്യവും ഒരു ജീവിയാണ്, നമ്മളെപ്പോലെ വേദനയുള്ള ജീവിയാണ്. അതാണ് ഒരു ടീം പറഞ്ഞത്. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു, തീവണ്ടി ആക്രമിക്കുന്നതിനേക്കാളും വലിയ തെറ്റ് മത്സ്യബന്ധനം നടത്തുന്നതാണ്. കേവല ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അത് ശരിയാണ്. എന്താ കാര്യം? തീവണ്ടിയിൽ ഉള്ളവരെല്ലാം എങ്ങനത്തെ ആളുകളാണ്? ഒന്നിരിക്കൽ അവർക്ക് തന്നെ പ്രതികരിക്കാൻ കഴിവുള്ള ആളുകളാണ്. ഒരു വികലാംഗനായ പ്രതികരിക്കാൻ കഴിയാത്ത ഒരാൾ, അയാൾക്ക് കാഴ്ചയേ ഉള്ളൂ, അയാൾക്ക് മുന്നിൽ കൂടെ പോകുന്ന നേല് മാത്രമേ കാണുള്ളൂ. അയാളെ പോയി ആക്രമിക്കുന്നതാണോ? അതല്ല, അങ്ങോട്ടടിച്ചാൽ 2 എണ്ണം ഇങ്ങോട്ട് കിട്ടും, അങ്ങനത്തെ ആളെ അടിക്കുന്നതാണോ ഏറ്റവും വലിയ പാവം അല്ലെങ്കിൽ ഏറ്റവും വലിയ അക്രമം എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാരും പറയില്ലേ, ഉറപ്പന്നല്ലേ? പ്രതികരിക്കാൻ കഴിയാത്ത ആളെ ആക്രമിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. വലിയ ആളുണ്ട്, അയാളെ തൊട്ടാൽ കേസാകും. അയാളെ തൊട്ട് കേസായാൽ ആൾക്കാരൊന്നും പറയുന്നില്ല. എന്നാൽ പാവപ്പെട്ട ഒരാളുണ്ട്, അയാളെ തൊട്ടാലല്ല കൊന്നാലും ആരും ചോദിക്കാനില്ല. അയാളെ കൊല്ലുമ്പോഴാണ് നമ്മൾ പറയും പാവം. തീവണ്ടിയിലുള്ളവരെല്ലാം ചോദിക്കാൻ സ്വന്തം ചോദിക്കും. ഇനി സ്വന്തം ചോദിക്കാൻ ആളില്ല, എല്ലാം തീ പിടിച്ച് മരിച്ചുപോയ ആളാണെങ്കിൽ, എന്നാൽ ആര്? അദ്ദേഹത്തിന്റെ കുടുംബക്കാര്, ആളുകളുടെ 10,000-കണക്കിന് ആളുകളുടെ കുടുംബങ്ങൾ ഒന്നിച്ച് കോടതിയിൽ പോയി ഈ പ്രതി ബാക്കിയുണ്ടെങ്കിൽ അയാളെ പിടിച്ചു കൊണ്ടുപോകും. ഇനി അതൊന്നുമില്ല എന്നൊക്കെ കുടുംബക്കാരും ഇടപെട്ടില്ല, എന്നാൽ കോടതി സ്വമേധയാ കേസെടുത്ത് പ്രതിയെ പിടിച്ചു കൊണ്ടുപോകും. എന്നാൽ ഇത് കേവലം 10,000 ആളുകളായിരിക്കും ട്രെയിനിലുണ്ടാവുക. എന്നാൽ ഒരൊറ്റ തവണ മത്സ്യബന്ധനം നടത്തിയാൽ ഏകദേശം 5 ലക്ഷം 7 ലക്ഷം ഒക്കെ മത്സ്യങ്ങളെയാണ് ഒരു ബോട്ട് നിറയെ പിടിച്ചുകൊണ്ടുവരിക. അവർക്ക് ചില മത്സ്യങ്ങൾ ഗർഭിണികളാണ്, ചിലർ പ്രസവിച്ചിട്ടേ ഉള്ളൂ, വേറെ ചിലർ ഇണകൾ മാത്രമേ ഉള്ളൂ, തുണ വേറെ അപ്പുറത്താണ്. ഇങ്ങനെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ വേർപിരിച്ച് കൊണ്ടുവന്ന് ചുട്ടു തിന്നുകയാണ്. മാത്രമല്ല, അവരുടെ ആവാസ കേന്ദ്രത്തിലേക്ക് കടന്നു കയറിപ്പോയി നമ്മള് അവരെ ആക്രമിച്ച് പിടിച്ചു കൊണ്ടുവരികയാണ്. കേവല ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അവർക്ക് വേദനയില്ലേ? ഉണ്ട്. അവർക്ക് പ്രയാസങ്ങളില്ലേ? ഉണ്ട്. ആഗ്രഹങ്ങളില്ലേ? ഉണ്ട്.
ഭാര്യ ഭർത്ത് ദമ്പതി മക്കളില്ലേ, അതുമുണ്ട്. ഭക്ഷണം കഴിച്ച സുഖമില്ലേ, തണുപ്പ് ചൂട് ഉറക്ക് ഉണർവ് എല്ലാം നമ്മൾക്കുള്ള എല്ലാം ഉണ്ട്. ബുദ്ധി കുറച്ച് കുറവാണ്. ബുദ്ധി കുറവുള്ള ആളെ ആക്രമിക്കുന്നതാണോ, ബുദ്ധി കൂടുതലുള്ള ആളെ ആക്രമിക്കുന്നതാണോ ഏറ്റവും വലിയ അതിക്രമം ചോദിച്ചാൽ ബുദ്ധി ഇല്ലാത്ത ആളെ ആക്രമിക്കുന്നതാണ്. അതുകൊണ്ട് മത്സ്യബന്ധനം നടത്തുന്നതും അതുപോലെ തീവണ്ടി എന്ന് പറഞ്ഞത് ഏറ്റവും കൂടുതൽ യാത്രക്കാരായി പോകുന്ന ഒറ്റത്തവണ പോകുന്ന വാഹനമായതുകൊണ്ട് തീവണ്ടി ആക്രമിക്കുന്നതാണോ ഏറ്റവും വലിയ തെറ്റ് എന്ന് ചോദിച്ചാൽ കേവല ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തീവണ്ടി ആക്രമിക്കുന്നത് തന്നെയാണ്. മത്സ്യബന്ധനം നടത്തുന്നത് തന്നെയാണ്. പക്ഷെ ഒരായത്തുണ്ട്, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ധാർമ്മികതയും അധാർമികതയും തമ്മിൽ വേർതിരിക്കുന്ന ആയത്ത്. ആ ആയത്ത് ഉൾക്കൊള്ളാത്ത ആളുകൾക്ക് ജീവിതം തന്നെ അധാർമികമാണ്. വിശ്വാസിയായാ മതി, വിശ്വാസിയായ ഇതൊക്കെ ദൈവയ്ക്ക് പഠിച്ചു തന്നതാണ് എന്ന് ഏത് വിശ്വാസിയായാലും, ശരിയായ വിശ്വാസിയായാലും അല്ല തെറ്റായ ദൈവവിശ്വാസിയായാലും ഈ ജീവിതത്തിന് ഒരു താൽക്കാലികമായ ഒരു മാന്യമായ അർത്ഥമുണ്ട്. അല്ലാത്ത ഭൗതികവാദികൾക്ക് ഇതെല്ലാം അതിക്രമമാണ്. എത്രത്തോളം എന്നറിയോ? കാലിലൊരു മുറിവേറ്റാൽ അതില് ഡെറ്റോൾ ഒഴിച്ചാൽ എത്രമാത്രം ജീവനുകളാണ് ചുട്ടരിച്ചു കൊല്ലുന്നത്. സാധാരണ അറുത്തു കൊല്ലുമ്പോഴല്ല. ഈ ഡെറ്റോൾ എന്ന് പറഞ്ഞ സാധനം, അതിലെ ആസിഡ് അത് കാലുമ്പോൾ ഒഴിച്ചാൽ ചിലപ്പോൾ നമ്മളെ മുറിവൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ശരീരത്തിലേക്ക് തന്നെ അത് തട്ടിയാൽ പൊള്ളിപ്പോകും. അങ്ങനത്തെ ചൂടുള്ള ആസിഡ് ഒഴിച്ച് എത്രയധികം ശാസ്ത്രം പറയുന്ന കണക്കനുസരിച്ചാൽ എണ്ണിയാ തീരാത്ത ആയിരങ്ങള് നമ്മൾ കൊന്നു തള്ളുകയാണ്. എങ്ങനെ ന്യായീകരിക്കും? ഒരൊറ്റ ന്യായം. എന്താ ന്യായം? ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളതെല്ലാം അല്ലാഹു നിങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടി സൃഷ്ടിച്ചതാകുന്നു. നിങ്ങളാണ് കേന്ദ്രബിന്ദു. അതുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടിയാണ് ഈ ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അതിനാൽ മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി അവന്റെ ജീവിതത്തിന്റെ സുഗമമായ ജീവിതത്തിന് വേണ്ടി നിയമാനുസൃതമായി ഏത് ജീവികളെയും കൊല്ലാവുന്നതാണ്. വേണ്ടി വന്നാൽ മനുഷ്യനെയും കൊല്ലും. സുപ്രീം കോടതി തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നത് എന്തിനാ? ഇവിടെ സുഗമമായി മനുഷ്യൻക്ക് ജീവിക്കാൻ വേണ്ടി. മനുഷ്യനാണ് ഇവിടുത്തെ ജീവിതത്തിന്റെ സൃഷ്ടിപ്പിന്റെ കേന്ദ്രബിന്ദു. അവൻക്ക് ആവശ്യം. എന്നാൽ ഇസ്ലാം പറയുന്നത് ഖത്ലു കുല്ലി ഹയവാനിൻ അബസൻ ഹറാമുൻ, ഏതൊരു ജീവിയെയും ആവശ്യമില്ലാതെ കൊല്ലുക എന്നത് ഹറാമായ കാര്യമാണ്. ആവശ്യമുണ്ടെങ്കിലോ ചിലപ്പോൾ സുന്നത്ത്, ചിലപ്പോൾ ജായിസ്, ചിലപ്പോൾ നിർബന്ധം, ചിലതിനെയൊക്കെ അറക്കൽ നിർബന്ധമായി തീരും. ചില ജീവികളെ അതെന്താ? പാരാസിറ്റാമോൾ കുടിച്ചാൽ എത്ര ശരീരത്തിൽ നിന്ന് എന്തൊക്കെയാണ് മരിച്ചു പോകുന്നത് എന്ന് സ്കൂളിൽ പഠിച്ച കുട്ടികൾക്ക് അറിയാലോ. ഡെറ്റോൾ ഒഴിച്ചാൽ എന്തൊക്കെ ആവുമെന്ന്. സോപ്പ് ഉപയോഗിച്ച് കുളിച്ചാൽ തന്നെ പോട്ടെ, ബാത്റൂമില് നമ്മൾ അടിക്കുന്ന സ്പ്രേ അടിച്ചാൽ എത്ര ജൈവഗണങ്ങളാണ്, എത്രയാളാണ് അവിടെ നിന്ന് ചത്തുപോകുന്നത്. നമ്മൾ മരിച്ചു എന്നും കൂടി ബഹുമാനത്തിൽ പറയുന്നില്ല, ചത്തുപോകുക എന്നാ പറയുന്നത്. ചത്തുപോകുന്നത് ഇവർക്കൊക്കെ ജീവനില്ലേ? ഇവിടത്തെ യുക്തിവാദികളുടെ കേവല ബുദ്ധി, ഭൗതികവാദി ബുദ്ധിവാദി എന്ന് പറയാൻ പറ്റൂല, യുക്തിവാദി എന്ന് പറയാൻ പറ്റൂല, കേവല ബുദ്ധിയുടെ അനുസരിച്ച് നമ്മളെ തിയറി എന്താന്ന് ചോദിച്ചാൽ ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു സൃഷ്ടിച്ചു. അതനുസരിച്ച് മനുഷ്യന്റെ കൈകടത്തുകൾ നിയമമുണ്ട്. ചിലത് രാജ്യമുണ്ടാക്കുന്ന നിയമം, ആ നിയമത്തിനപ്പുറം അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു തന്ന നിയമം, ചില ആളുകൾ വീട്ടിലുണ്ടാക്കുന്നതിനോട് യോജിച്ച നിയമങ്ങൾ, ഇങ്ങനെ ഒരേ നിയമങ്ങൾ. ഇതൊക്കെ മനുഷ്യ കേന്ദ്രീകമായ നിയമങ്ങളാണ്. എന്നാൽ ഭൗതികവാദത്തിന്റെ നിയമം എന്താണെന്നറിയാം? കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. അതല്ലേ, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. അല്ലാതെ ജീവനാണ് വിലയെങ്കിൽ ആടിന് അറുത്ത് തിന്നാൻ പാടില്ല.
പിന്നെന്താ തിന്നെ? ആട് ഇങ്ങോട്ടൊന്നും പ്രതികരിക്കൂല. അപ്പോൾ അങ്ങോട്ട് കൊല്ല് തിന്ന് തന്നെ. അപ്പോൾ പോത്തിനെ അറക്കുന്നതോ? പോത്ത് ഇങ്ങോട്ടൊന്നും ചെയ്യൂല, അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ചെയ്യും. അപ്പോ മാതാപിതാക്കളായ ആൾക്കാരുണ്ട്, ഒരു വീട്ടില് നമ്മക്ക് ഭാരമാണ്, എന്താ ചെയ്യണ്ടേ? കൊല്ലന്നെ. കാരണം പോത്തിനും ജീവൻ, ഇയാൾക്കും ജീവൻ. പിന്നെയും കുറച്ച് പാവം പോത്താണ്, ആരും പ്രതികരിക്കാനും ചോദിക്കാനും ഒന്നുമില്ല, വാപ്പയില്ല അമ്മയില്ല, എല്ലാരും അനാഥയായി പോയതാ. ചിലപ്പോ എത്തിയും കുട്ടിയാവും ഈ പോത്ത്. കാരണം ഏതായാലും പ്രായപൂർത്തിയൊന്നും ചിലപ്പോ ആകുന്നതിന് മുമ്പ് തന്നെ വാപ്പയും ഉമ്മയൊക്കെ ആരോ അടിച്ചു പോയിണ്ടാവും, അറുത്ത് തിന്നിട്ടുണ്ടാവും. ആരും നോക്കാനില്ലാതെ ഇക്കാലം വരെ കഴുത്തിൽ കയറിട്ട് സ്വാതന്ത്ര്യമില്ലാതെ ഗോണ്ടനാമോ ജയിലിൽ പോറ്റുന്നത് പോലെ നായ്ക്കളിടയിലും പോത്തിന്റെ ഇടയിലും അക്രമികളുടെ ഇടയിലും ഇരുട്ടത്തും വെയിലത്തും നമ്മൾ ചോറുന്നുമ്പോഴും അതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ രൂപത്തിൽ പോറ്റി വളർത്തിയ ആ പശുവിനെ അറക്കണ അത്ര ഒന്നും സങ്കടമില്ലല്ലോ ഇയാളെ പിടിച്ചിറക്കുന്നത്. മനുഷ്യൻക്ക് വേണ്ടിയാണ് ഈ ലോകത്തുള്ളത് മുഴുവനും സൃഷ്ടിച്ചത് എന്ന് ഖുർആനിന്റെ ഒരൊറ്റ വാചകമാണ്. ഇങ്ങനെ ഖുർആനിന്റെ ഓരോ വാചകങ്ങളും ജീവിതത്തിന്റെ ബാലൻസ് നൽകുന്ന, അതിന്റെ ബാലൻസ് നൽകുന്ന വലിയ വലിയ തിയറികളാണ് എന്ന് നമ്മൾ ഓർക്കുക. അതിന്റെ അല്ലെങ്കിൽ ഈ ജീവിതത്തിന് ഒരു അലൈൻമെന്റ് ഉണ്ടാകൂല. ഇങ്ങോട്ട് തിരിച്ചാ അങ്ങോട്ടാണ് പോവുക. അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാതാവാര് ഈ രാജ്യത്തോട് എന്തിനാ സ്നേഹം? രാജ്യത്തിനോട് നിർബന്ധമായും സ്നേഹം വേണം. നമുക്കിവിടെ ജീവിക്കാൻ സൗകര്യപ്പെടുത്തി തന്ന, അള്ളാഹു സൃഷ്ടിച്ചു തന്ന രാജ്യം, ആ രാജ്യത്തിന് ഒരാൾ അധികാരിയായി നിൽക്കുന്നു. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അമീറിനെ നിങ്ങൾ വഴിപ്പെടണം. വലൗകാന അബ്ദൻ വഹ്ശിയൻ അബ്ശിയൻ, നീഗ്രോ അടിമയാണെങ്കിലും അള്ളാഹു പറഞ്ഞു, സൃഷ്ടിച്ച സൃഷ്ടാവ് പറഞ്ഞു ഇങ്ങനൊക്കെ ചെയ്യണം. അപ്പൊ നമ്മള് വഴിപ്പെടണം. അല്ലാത്ത രീതിയിലാണെങ്കിൽ അത് പാടില്ല. അതുകൊണ്ട് ഇസ്ലാമിൽ അറക്കുക എന്ന് പറഞ്ഞൊരു സാധനം, ഒരു നിയമമുണ്ട്, അറവ്. അതിന് കൃത്യമായ നിയമമാണ് ഇസ്ലാമിലുള്ളത്. അതെന്താ? മൂർച്ചയില്ലാത്ത സാധനം കൊണ്ട് ജീവിയെ അറുക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഒരു ജീവിയുടെ മുമ്പിൽ മറ്റൊരു ജീവിയെ വെച്ച് അറുക്കാൻ പാടില്ല. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പഠിപ്പിച്ചതാണ്. ഒരു ഉറുമ്പ്, ആ ഉറുമ്പിനെ എടുത്ത് ചില ആളുകൾക്കൊക്കെ ഉണ്ടാവും, ഉറുമ്പിനെടുത്ത് കാലിങ്ങനെ വേർപ്പെടുത്തി എന്നിട്ട് അതങ്ങനെ തട്ടിപ്പടക്കുന്നത് ഇങ്ങനെ കണ്ടിരിക്കുക, പാടില്ല. എന്നാൽ വല്ല പരീക്ഷണത്തിനും വേണ്ടിയാണെങ്കിൽ, എന്തെങ്കിലും ഒരു നിരീക്ഷണത്തിന് വേണ്ടിയാണെങ്കിൽ, ഔദ്യോഗിക നിരീക്ഷണമാണ്, അല്ലെങ്കിൽ വേദന ഉണ്ടോ എന്നുള്ളതൊക്കെ നിരീക്ഷിക്കാനല്ല, അല്ലെങ്കിൽ ഇത് എത്ര ഉറപ്പുണ്ട് എന്ന് നോക്കാനല്ല, ഒരു ഔദ്യോഗികമായ ഒരു സ്റ്റാൻഡേർഡായ ഒരു നിരീക്ഷണത്തിന് വേണ്ടി ഒരു ജീവിയെ നമുക്ക് കൊല്ലേണ്ടി വരും, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അതെന്തിനാ? ഇത് മനുഷ്യന്റെ ആവശ്യമാണ്. മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി ജീവിയെ കൊല്ലാം, ജീവിയെ തിന്നാം, ജീവിയെ വളർത്താം, പാമ്പിനെ എവിടെ വെച്ചും കൊല്ലണം എന്നാണ്. അക്രമിയായ പാമ്പുകൾ, ചിലപ്പോൾ ചില പാമ്പുകളുടെ നിയമങ്ങളൊക്കെ മറ്റു മാറും. ചില ജീവികളെ കൊന്നുകളയേണ്ടി വരും. അപകടകാരികൾ. ആർക്ക് അപകടം? മനുഷ്യന്മാർക്ക് അപകടകരമായാൽ. അതുപോലെ എല്ലാ നിയമങ്ങളും, പ്രകൃതിയിലെ ഓരോ നിയമവും അല്ലാഹു സുബ്ഹാനഹു തആല ഈ സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ്. അതിന്റെ നിയമങ്ങൾ, സുഗമമായി നടക്കാനുള്ള നിയമങ്ങൾ നമ്മൾ പാലിച്ചേ മതിയാകൂ എല്ലാ സ്ഥലത്തും. ഈ രണ്ട് ആയത്തുകൾ ഉൾക്കൊള്ളാത്തവർക്ക് ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല. ഒന്നാമത്തെ ആയത്ത് നമ്മൾ പറഞ്ഞത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അത് ഇല്ലാത്ത ആളുകൾക്ക് ജീവിതത്തിന് ലക്ഷ്യമില്ല. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ എന്ന തിയറിയെ ഉൾക്കൊള്ളാത്ത ഒരു വ്യക്തിക്ക് ഈ ജീവിതം മുഴുവനും അധാർമികമാണ്. കുറച്ചുകൂടെ കയറ്റി പറഞ്ഞാൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിയമമാണ് അതിന്റെ ഭാഗം. നമ്മൾ ആനയെ കൊല്ലാൻ പാടില്ല എന്ന് മനുഷ്യന്മാര് പറയുന്നു. എന്തേ? ആന ഇവിടെ വേണം, എന്നാലേ അതുണ്ടാവുള്ളൂ. അല്ലാതെ ആനയുടെ ജീവന് മനുഷ്യന്റെ ജീവന്റെ വില കണ്ടത് കൊണ്ടൊന്നും അല്ല. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ കാട്ടില് ആനകൾ കുത്തി മരിച്ചു പോകുന്നു. അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ നിയമം കൊണ്ടുവന്ന് അതൊക്കെ പറയല് പ്രകൃതിയിലേക്ക് വിട്ടു എന്നാണ് പറയാ.
പ്രിയപ്പെട്ടവരെ, ഈ 2 ആയത്തുകൾ വ്യക്തമാക്കുക. അത് ഏതൊരാളോടും ചോദിച്ചാൽ, ഏതൊരു യുക്തിവാദിയോടും നമ്മൾ ചോദിച്ചാൽ അയാൾ ഉത്തരം മുട്ടിപ്പോകും. നമ്മൾ ദേഷ്യം പിടിക്കുന്നതിന്, നിരാശ വരുന്നതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അതെന്താണ്? നമ്മൾ വൈകുന്നേരം വരെ അധ്വാനിച്ചു, പണമുണ്ടാക്കി വീട്ടിൽ കൊണ്ടുപോയി മക്കൾക്ക് കൊടുത്തു, അല്ലെങ്കിൽ പള്ളിക്കോ മദ്രസക്കോ സംഭാവന കൊടുത്തു. ആ വാങ്ങിയ ആളുകൾ തിരിഞ്ഞു നോക്കിയില്ല. ഇവിടെ വെച്ചോളി, 5 ലക്ഷം റുപ്യ കൊണ്ടുവന്നു പള്ളിയിലേക്ക്, ഇവിടെ വെച്ചോളി, ആഞ്ഞു പോയിക്കോളി പറഞ്ഞു. കണ്ട ഇയാളെ പറഞ്ഞു. മാത്രല്ല പിന്നെ അയാളോട് വന്നു, ഈ ബാത്റൂമിന്റെ ചാവിയും തരുമോ? അവിടെ കൊടുക്കൊന്നുമില്ല. അപ്പൊ ഇയാൾ ഇങ്ങനെ വിചാരിച്ചു, കണ്ട ഞാൻ 5 ലക്ഷം റുപ്യ പള്ളിക്ക് കൊടുത്തിട്ട് ഒരു ബാത്റൂമിന്റെ ചാവി, അത് മലപ്പുറത്ത് ഇവിടെ പോയാൽ 3 റുപ്യ കൊടുത്താണ്. ആ സാധനം 3 ലക്ഷമല്ല, 3 രൂപ. അതിന് പകരമായി 5 ലക്ഷം. എന്താണ് ഇപ്പൊ ഇയാളെ അവസ്ഥ? അയാള് മാനസികമായി തളർന്നു. അയാൾ അപ്പൊ പറയും, ഇനി കൊടുത്തു ഈ പള്ളിക്ക് മാത്രല്ല, ഇനി ലോകത്തുള്ള ഒരു പള്ളിക്കും 5ന്റെ പൈസ ഞാൻ കൊടുക്കൂല എന്നും കൂടി അയാൾ പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, ഇയാൾ കൊടുത്തത് കക്കൂസിന്റെ ചാവി കിട്ടാനാണ്. ഇപ്പോൾ കിട്ടിയത്, ഇപ്പോഴത്തെ പ്രതിപാദിത വിഷയം അതായതുകൊണ്ട് ലക്ഷ്യം അങ്ങോട്ട് പോയി. അതല്ല, കമ്മിറ്റിയിലെ പ്രസിഡന്റ് ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ഒരു ഫ്ലെക്സ് ബോർഡൊക്കെ വെക്കണം. ഫ്ലെക്സ് ബോർഡ് വെക്കാൻ വേണ്ടിയിട്ടാണ് 5 ലക്ഷം റുപ്യ കൊടുത്തത്. 350 റുപ്യ കൊടുത്താൽ നല്ല 6-8ന്റെ നല്ല ഫ്ലെക്സ് കിട്ടും. നല്ല അവര് ചെയ്തതിനേക്കാളും ഡിസൈൻ ചെയ്തുകൊണ്ട് നമുക്ക് വെക്കാൻ കഴിയും. ഇങ്ങനെ ഓരോന്നും മക്കളെ പോറ്റുന്നത് എന്തിനാ? മക്കളെ പോറ്റുന്നത് മക്കളൊക്കെ ഞാൻ വരുമ്പോ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാന് ഇത്ര 2-3 കോടി ഉറുപ്യ ചെലവാണ് ഒരു മോനെ പോറ്റാൻ. 2-3 കോടി ഉറുപ്യ നിർബന്ധമായും ചെലവാണ് ഒരു മോനെ പോറ്റി വലുതാക്കി കൊണ്ടുവരാൻ. അതിൽ ഭൂരിഭാഗവും ഗവൺമെന്റ് എടുക്കും, അതിൽ വലിയൊരു വിഭാഗം നാട്ടുകാരെടുക്കും, വേറെ ഒരു വിഭാഗം ബാപ്പെടുക്കും, ചിലതൊക്കെ കുടുംബങ്ങളെടുക്കും, ബാക്കിയൊക്കെ മദ്രസയിലെ ഉസ്താദന്മാരെടുക്കും. അങ്ങനെ എടുത്ത് അവസാനം കുറച്ച് ചികിത്സിക്കേണ്ടൊക്കെ വരുമ്പോ ഏതെങ്കിലുമൊക്കെ ഇൻഷുറൻസുകാരൊക്കെ ചിലത് എടുക്കും, കുറച്ച് ഗൾഫിൽ നിന്നൊക്കെ കുറച്ച് പൈസ ഇങ്ങോട്ട് അയക്കും. ഇങ്ങനൊക്കെ ചെയ്തിട്ട് ചാരിറ്റിക്കാര് കുറച്ച്, ഇതൊക്കെ ചെലവന്നല്ലേ, നമ്മൾ വഹിക്കുന്ന ചെലവ് എന്നല്ല. കേവലം ഒരാൾ ജനിച്ച് വലുതായി കല്യാണം കഴിച്ച് അയക്കുന്ന ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് ജോലിയാകുന്ന ആൺകുട്ടിയായിരിക്കും കൂടുതൽ ചെലവുണ്ടാവുക പെൺകുട്ടിയേക്കാളും. ആൺകുട്ടി ചെലവഴിച്ച് കഴിഞ്ഞ് വലുതായി കഴിഞ്ഞ് പോകുമ്പോഴേക്ക് ഒന്ന് ശരിക്കും ഒരു ലക്ഷറി കുടുംബമാണെങ്കിൽ 2-ലും 3-ലും ഒന്നും നിൽക്കൂല. അവനക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി വണ്ടി തട്ടിച്ചത് നന്നാക്കിയതിന്റെ പൈസയും, അതുപോലെ ഫൈൻ അടച്ചതും, ഹെൽമെറ്റ് ഇല്ലാതെയും സീറ്റ് ബെൽറ്റ് ഇടാതെയും പോയതിന്റെ ഹെൽമെറ്റ് അതിന്റെ ഫൈനും കൂടി കൂട്ടാണ്, അവിടെ നിന്ന് നിൽക്കൂല. ഇനി എവിടെയെങ്കിലും വല്ല കള്ളക്കടത്ത് കടത്തിയാൽ പണം കുടുങ്ങിയത് തന്നെ. അള്ളാഹു സുബ്ഹാനഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ ചെയ്ത് 2 കോടി 3 കോടി ശരിക്കും ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കുക. ഒരു കുട്ടി വലുതായി വരാനുള്ള ചെലവ് എത്രയാണ്? അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഗവൺമെന്റ് ചെലവഴിക്കുന്നത്, നാട്ടുകാർ ചെലവഴിക്കുന്നതൊക്കെ കൂടെ കൂട്ടുമ്പോൾ കോടികൾ വരികയാണ്. ഈ കോടികൾ ചെയ്തത് എന്തിനാണെന്നറിയോ? നമ്മൾ വരുമ്പോ ഒന്ന് എഴുന്നേറ്റിക്കാൻ. അത് ലക്ഷ്യം വെച്ചാൽ മുഴുവൻ നഷ്ടത്തിലാണ്. അതിനു പകരം ഈ രാജ്യത്തിന് നല്ല സേവനം ചെയ്യണം, ഈ സമുദായത്തിന് നല്ല സേവനം ചെയ്യണം, അതുപോലെ എനിക്ക് എൻ്റെ നാട്ടിലും കുടുംബത്തിലും ഒക്കെ നല്ല സംസ്കാരങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന മോനാകണം. അങ്ങനെ മരിച്ചു ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉബാഹി ബിക്കുമുൽ ഉമമ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഇതെല്ലാം എൻ്റെ മെമ്പർമാരാണ്, ഇതെല്ലാം എൻ്റെ പാർട്ടിയിൽ, എൻ്റെ മതത്തില്, എൻ്റെ ദീനില്, എൻ്റെ സംസ്കാരത്തില് മെമ്പർഷിപ്പ് എടുത്ത മെമ്പർമാരാണെന്ന് പറഞ്ഞ് ഞാൻ അഭിമാനിക്കുന്നൊരു ദിവസമുണ്ട്. അതുകൊണ്ട് തനാക്കഹു വ തനാസലു, ആരും വിവാഹം കഴിക്കാതെയും മക്കളില്ലാതെയും പോകരുതേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അതിനു വേണ്ടിയാണെങ്കിലോ ഇതെല്ലാം ബാപ്പരം കണ്ടിട്ട് നീച്ചു വന്നിട്ടില്ല. നമ്മളെ ലക്ഷ്യം ശരിയായി, എല്ലാത്തിൻ്റെയും പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് വിദ്യാർത്ഥികളെ, നമ്മളാണ് കൂടുതൽ അധ്വാനിക്കുന്നവർ, നാട് വിട്ട് വന്നവർ, ഉമ്മാന്റെ ചൂടേറ്റ് കഴിയേണ്ടവർ നമ്മൾ ഇവിടെയാണ്. നമ്മൾ എല്ലാവർക്കും ഓരോരുത്തർക്കും
ആകെ വീട്ടിൽ 3 ആളുകളെ ഉണ്ടാവുള്ളൂ, 4 ബാത്റൂം ഉണ്ടാകും. ഇവിടെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവൂല. ഇവിടെ 25% അല്ലെങ്കിൽ 50% ഒക്കെ ഉണ്ടാവുള്ളൂ. 2 ആളുകൾക്ക് 1 ബാത്റൂം, അങ്ങനൊക്കെ ഉണ്ടാവുക. അതാണ് നിയമം. അതിനേക്കാളും അത്രയൊക്കെ നമ്മൾ അവിടെ ഉണ്ടാവുള്ളൂ. വീട്ടിലങ്ങനല്ല. എന്തോ ഒരു സുഖം, ഭക്ഷണം റെഡിയാണ്, ഉറക്കം റെഡിയാണ്, എല്ലാം സുഖം. ഈ സുഖങ്ങളൊക്കെ വിട്ടു വന്നത് എന്തിനാ? വന്നിട്ട് നല്ലൊരു ഭാവി വേണം. എന്തിനാ ഭാവി? ഭാവിക്കന്നെ. എന്തിനാ ഭാവി? ഭാവിക്കന്നെ. അവിടുന്ന് പോകാത്ത ഒരു ലക്ഷ്യം. എന്തിനാ കളിക്കുന്നത്? എങ്ങനെ ഓടാന്? എന്തിനാ ഓടുന്നത്? അത് ഓടാൻ തന്നെ. അങ്ങനെ ആവരുത്. ഇതിനൊരു ലക്ഷ്യം വേണം. എന്തിനാ ഭാവി? നല്ല ഭാവി വേണം, വളർന്ന ഭാവി, ഉയർന്ന ഭാവി. എന്തിനാ? അതൊക്കെ കഴിഞ്ഞിട്ട് ഈ നാട്ടിൽ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദൊക്കെ ഈ നാട്ടിന് നടത്തിയ ഒരു ഗവൺമെന്റ് ചെയ്യുന്നത് പോലെയുള്ള വലിയ പ്രവർത്തനങ്ങൾ ഒരു വ്യക്തി പല അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ചിന്ത കൊണ്ടും ബുദ്ധി കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഉണ്ടാക്കി തീർത്ത്, അതുകൊണ്ട് അള്ളാഹുവിന്റെ ലക്ഷ്യം, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടണം. ഒരാൾ ചെയ്യുന്ന പ്രവർത്തനം, അല്ലെങ്കിൽ 1000 ആളുകൾ 10,000 ആളുകൾ ചെയ്യുന്ന പ്രവർത്തനം വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് ചെയ്യാൻ കഴിയും, ഒരു ഡോക്ടർക്ക് ചെയ്യാൻ കഴിയും, ഒരു പണ്ഡിതന് ചെയ്യാൻ കഴിയും. ഇനി രണ്ടും കൂടെ ഉള്ള പണ്ഡിതനാണെങ്കിൽ, നല്ല തൗഫീഖ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ചെയ്യാൻ കഴിയും. ഈ ചെയ്യുന്നതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാന്ന് പറയുമ്പോൾ നമ്മൾ മുൻഫരിദായി ഒറ്റക്ക് ചെയ്യുന്നതിനേക്കാളും വിദ്യയും സംഘടനയും സ്ഥാപനങ്ങളുമായി ചേർന്ന് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അർത്ഥം അറിഞ്ഞ് ജീവിക്കുന്ന ബുദ്ധിമാന്മാരായ ആളുകളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ആരെങ്കിലും എന്തിനാ മോനെ പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു മറുപടി ഉണ്ടാകും, അത് വിദ്യ കിട്ടാന്. ആ വിദ്യ എന്തിനാന്ന് ചോദിച്ചാൽ അതൊരുപാട് ആവശ്യങ്ങളുണ്ട്. ഇതിന്റെ എല്ലാം പരമമായ ലക്ഷ്യം എന്റെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ താല്പര്യം, അവന്റെ തൃപ്തിയാകുന്നു, അവന്റെ ആരാധനയാകുന്നു എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് ഐഡിയ ഉണ്ടായി, അർത്ഥം ഉണ്ടായി. പിന്നെ ബുദ്ധിയും വേണ്ട, ആരോഗ്യം വേണ്ട, ജീവിതവും വേണ്ട, ഭക്ഷണവും വേണ്ട, ഒന്നുമില്ലെങ്കിലും മനുഷ്യൻ മാനസികമായി തളരൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിയ്യത്തുള്ള ബുദ്ധിമാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ വിദ്യാർത്ഥികളോട് ഈ 2 ആയത്തുകൾ നിങ്ങൾ മനസ്സിൽ വെക്കണം. ഇത് കൂടുതൽ ആലോചിച്ചാൽ ഇതിന്റെ അപ്പുറത്തേക്ക് വലിയ അർത്ഥങ്ങളുള്ളതാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്നും ഖലഖ ലകും മാ ഫിൽ അർളി ജമീഅ എന്നുമുള്ള 2 ആയത്തുകൾ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അല്ലാഹു പരിശുദ്ധ ഖുർആനിന്റെ ആഴങ്ങൾ കാണാനും അതിലിറങ്ങാനും നമുക്ക് കഴിയുന്നത്ര ഇറങ്ങാനും അള്ളാഹുവിന്റെ തൃപ്തി അത് മുഖേന വാങ്ങാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ.